ഹലോ എവ്രിവൺ, വെൽക്കം ടു സൈലം പി എസ് സി. ഞാൻ സ്വാഗത്. സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. ഈ അടുത്ത് കുറേ എക്സാമുകളൊക്കെ നടന്നു അല്ലേ? അപ്പോൾ ഈ തൊട്ടടുത്തായിട്ട് നടന്ന നമ്മളെ സിവിൽ എക്സൈസ് ഓഫീസ് ഡ്രൈവറിൻ്റെ എക്സാം അപ്പോൾ അറ്റൻഡ് ചെയ്തവരുണ്ടാവും. അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു 3-4 മെയിൻ ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ബയോളജി ഭാഗത്തുനിന്ന്. എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് ചിലർക്ക് ആൻസർ ചെയ്യാൻ പറ്റി, ചിലർ കൺഫ്യൂഷനൊക്കെ ആയി പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ എന്താണ്, റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. എന്നാലും സ്റ്റേറ്റ്മെൻറ്റ് മോഡലൊക്കെ ചോദിച്ചപ്പം ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയൊരു ഭാഗമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ വേണമെങ്കിൽ നമ്മൾ ബയോളജിയിലെ ക്വസ്റ്റ്യൻ ആയിട്ട് പരിഗണിച്ചിട്ടും ആൻസർ ചെയ്യാം. ഇനി വല്ല ഫിസിക്സ് ഭാഗത്ത് കൂടെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരു സയൻസ് ക്വസ്റ്റ്യൻ എടുക്കാം അല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ മനുഷ്യ ശരീരത്തിൻ്റെ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ബയോളജിയിലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങോട്ട് എടുക്കുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? ഒരു ക്വസ്റ്റ്യൻ അല്ലേ 37 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മൾ പറയാം. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിൽ താപനില എത്രയായിരിക്കും? ചിലപ്പോൾ ഡിഗ്രി ഈ സെൽഷ്യസ് നിന്ന് ഫാരൻഹീറ്റിലേക്ക് മാറുന്നൊക്കെ നിങ്ങളല്ലാതെ ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ബയോളജി ഭാഗത്ത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ ശരീര താപനില, സാധാരണ താപനില. അത് ഫാരൻഹീറ്റിലാക്കിയാൽ എത്ര എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ? നമ്മളെ ബയോളജി ഭാഗത്ത് തന്നെ ഇതിൻ്റെ ആൻസറൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നതും കൊടുക്കുന്നതാണ്. ഈ അടുത്തായിട്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ എത്രയാ? 37 ഈക്വൽ ആണ് ഏത്? എത്ര വരാം? യെസ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലേ? അപ്പം ഇതേപടി നമ്മളെ പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തതൊന്ന് കാണിച്ചു തരട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും സാധാരണ താപനില കൂടുന്നതിനെയാണ് നമ്മൾ പനി എന്ന് പറയുക അല്ലേ? പനി. ഇതവിടെ നോക്കിയോ, ശരീരത്തിൻ്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ അഥവാ 37 ഡിഗ്രി സെൽഷ്യസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. കണ്ടില്ലേ ഈ റീഡിങ്? ഇത് അവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഉയരുന്ന അവസ്ഥയാണ് പനി. അപ്പം നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റും കൂടെ അങ്ങോട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നതാണ് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. പനിച്ചു വെച്ചേക്കും. ഇനി ഇതിനേക്കാൾ കൂടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പനി എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ഉയരുന്ന അവസ്ഥയാണ് പനി അല്ലെങ്കിൽ ഫീവർ. എപ്പോഴാണ് നമുക്ക് പനി ഉണ്ടാവുക? പനിക്കുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ പനി ഒരു രോഗമല്ല, പക്ഷേ ശരീരത്തിലെ രോഗാണുക്കൾ കയറുമ്പം ശരീരം ചെയ്യുന്ന ഒരു രോഗപ്രതിരോധ മാർഗ്ഗമാണ് അല്ലെ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. എവിടെയുണ്ട്? പനി ഒരു തരം പ്രതിരോധ സംവിധാനമാണ്. ശരീരത്തിലെ രോഗാണുക്കൾ കയറിയാൽ ആ രോഗാണുവിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ താപനില കൂട്ടുകയാണ്. അപ്പം രോഗാണുവിനെ അങ്ങോട്ട് ചൂടാക്കി കൊല്ലാൻ ആലോചിച്ചാൽ മതി അല്ലേ? അവ രോഗാണുവിനെ നശിപ്പിക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് പനിക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നോക്കിയോ, എപ്പോഴാണ് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ, അണുബാധയോ എന്തെങ്കിലും വീക്കമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ വെളുത്ത രക്തകോശം, നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരാണ് ആര്? വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ നമ്മളെ WBC എന്ന് പറയുന്നവർ. WBC അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങൾ എന്ന് പറയുന്നവർ. ഇതൊക്കെ എനിക്ക് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഈ WBC അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങൾ നിർമ്മിക്കുന്ന രാസവസ്തു ശരീരത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും അണുബാധയോ രോഗാണുക്കളൊക്കെ കയറിയെന്ന് കാണുമ്പം WBC ആണ് പ്രവർത്തിക്കുക. അവരാണ് ശത്രുക്കളെ തുരത്തി ഓടിക്കുന്ന പട്ടാളക്കാർ അല്ലെ? അവർ പൈറോജൻസ് എന്ന പേരുള്ള രാസവസ്തുവിനെയാണ് ഉണ്ടാക്കുക. ഇതും ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് കേട്ടോ. പൈറോജനെയാണ് ഉണ്ടാക്കുക എന്ന രാസവസ്തു പുറത്തുവിടും. ഈ പൈറോജൻ പോയിട്ട് നമ്മളെ ബ്രെയിനിനോട് പറയാണ്, എന്താ പറയാ? ശരീരത്തിൻ്റെ താപനില ഉയർത്താൻ പറയാണ്. എന്ന് പറഞ്ഞാൽ തലച്ചോറിന് നിർദ്ദേശം നൽകുന്നു. തലച്ചോറിൻ്റെ ഏത് ഭാഗത്തിനോടായിരിക്കും പറയുന്നുണ്ടാവുക? ഹൈപ്പോ തലാമസിനോടാണ് പറയട്ടോ. ഹൈപ്പോ തലാമസ് ശരീരോഷ്മാവ് അല്ലേ? അപ്പം ദാഹം, വിശപ്പ്, വികാരങ്ങൾ, ശരീരോഷ്മാവ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണേത്? ഹൈപ്പോ തലാമസ്. അപ്പോൾ ഹൈപ്പോ തലാമസ് ആണ് ടെമ്പറേച്ചർ കൂട്ടുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലുള്ള മാർഗം എന്തൊക്കെയാണ്? ഗുണം. എന്തായാലും ഇതൊരു പ്രതിരോധ സംവിധാനമാണ്. ഉയർന്ന താപനില വന്നു കഴിഞ്ഞാൽ ഫാഗോസൈറ്റുകൾ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന രക്തകോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഫാഗോസൈറ്റുകൾ എന്ന് പറയാം അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട ഫാഗോസൈറ്റുകൾക്ക് എക്സാമ്പിൾ, ഇതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രധാനപ്പെട്ട ഫാഗോസൈറ്റുകൾ ആണ് ആരാണ്? WBCയിലുള്ള ആൾക്കാർ തന്നെയാണ്. ശ്വേതരക്താണുക്കളിൽ തന്നെ വരുന്ന ആരൊക്കെയാണ്? ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റ് ആണ്. മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റ് ആണ്. മോണോസൈറ്റും ന്യൂട്രോഫിലും. ഓക്കെ, ചിലപ്പോൾ ഈ മോണോസൈറ്റിന്റെ ഒരു ഭാഗമായ മാക്രോഫേജ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കേട്ടാലും ശരിയാണ്. ഇവർ രോഗാണുവിനെ പിടിച്ചങ്ങ് വിഴുങ്ങുന്നവരാണ്. ബാക്ടീരിയനെയോ മറ്റു രോഗാണുവിനെ കണ്ടാൽ പിടിച്ച് വിഴുങ്ങുക അല്ലെ? അപ്പോൾ എന്തായാലും എങ്ങനെ കണക്ട് ചെയ്യുക? ന്യൂട്രോ എന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ വിഴുങ്ങൽ, പോഷണം അല്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ന്യൂട്രീഷൻ, പോഷണം, വിഴുങ്ങുക എന്ന് പറയുമ്പോൾ വായൊക്കെ ഓർമ്മ വരൂലേ? മോണോ എന്ന് പറയുമ്പോൾ വേണേ
മോണ എവിടെയാ? വായ്ക്കകത്തിലെ മോണ അല്ലെ, പല്ല് ഉറപ്പിച്ചിരിക്കുന്നല്ലേ മോണ. അപ്പം മോണ ന്യൂട്രോ എന്നുള്ള വാക്കിനൊക്കെ ഒരു വിഴുങ്ങലുമായിട്ട് ബന്ധമില്ലേ? അപ്പം അങ്ങനെ ആലോചിച്ച് വെക്കാം. ഓക്കെ, റെഡി അല്ലേ? മോണോ മിണുങ്ങുക എന്നൊക്കെ പറയല്ലേ ചിലക്ക്, വിഴുങ്ങുക എന്നുള്ളതിന് അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം ന്യൂട്രോ മോണോസൈറ്റ് ആണ്, ഇവരെയാണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രോഗാണുവിനെ വിഴുങ്ങും. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് ശരീരോഷ്മാവ് കൂടുമ്പം ഇവരൊന്ന് ഉഷാറായി പ്രവർത്തിച്ച് വേഗത്തിൽ പിടിച്ചു വിഴുങ്ങുകയാണ് ചെയ്യുക. റെഡി. പിന്നെ എന്താ ചെയ്യുന്നത് നോക്കിയോ? രോഗാണുവിന്റെ വളർച്ചയെ തടയാൻ, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഒക്കെ ശരീരോഷ്മാവ് കൂടിക്കഴിഞ്ഞാൽ പറ്റും. ശരീരം രോഗത്തിനെതിരെ പോരാടുന്നു എന്നതിന്റെ സൂചനയാണ് എന്ത്? ഈ പനിക്ക എന്ന് പറയുന്ന ഒരു സംഭവം. എന്ന് വെച്ചിട്ടപ്പോൾ പനി നല്ലതാണോ, മരുന്നൊക്കെ പിന്നെ എന്തിനാ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരോഷ്മാവ് കൂടി ശരീരം തന്നെ പ്രതികരിച്ച്, ശരീരം ഒറ്റയ്ക്ക് അങ്ങ് പ്രതികരിച്ച് രോഗാണുവിനെ നശിപ്പിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ബോഡി വളരെ ടയർഡാവും. അപ്പോൾ പനി വരുമ്പോൾ നമുക്കൊരു മനസ്സിലാവുമല്ലോ രോഗാണു എന്തുണ്ട്, അതുകൊണ്ടാണ് പനി വരുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് മെഡിസിൻസും കൂടിയൊക്കെ എടുക്കുകയാണ്, എക്സ്റ്റേണൽ സപ്പോർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ബോഡീനെ റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ അധികം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ശരീരം താങ്ങണമെന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ സപ്പോർട്ട് പോലെ മെഡിസിൻ എടുക്കുന്നത്. പിന്നെ ഏതൊക്കെ തരം ബാക്ടീരിയ കയറിയെന്നൊന്നും അറിയില്ല. അപ്പോൾ ബോഡിക്ക് എക്സ്ട്രാ സപ്പോർട്ട് എന്തായാലും വേണം, അതുകൊണ്ടാണ് മെഡിസിൻ എടുക്കുന്നത് കേട്ടോ. റെഡി. അപ്പോൾ അണുബാധ മാറുമ്പോൾ താപനില സാധാരണ നിലയിലാകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ കിട്ടി. ഒന്നാമത്തത് 98 ഡിഗ്രി ഫാരൻഹീറ്റ്, 0.6 ഫാരൻഹീറ്റ് അല്ലെ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ താപനില എന്ന് പറയുന്നത്. അതിൽ കൂടുന്ന അവസ്ഥയാണ് പനി. പനി വരുന്ന സമയത്ത് രോഗാണുക്കളെ പിടിച്ചു വിഴുങ്ങുന്ന ഫാഗോസൈറ്റുകൾ കൂടുതൽ ഉഷാറായി പ്രവർത്തിക്കും. ഫാഗോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റൊക്കെയാണ് ഫാഗോസൈറ്റുകൾ. അപ്പോൾ രോഗാണുക്കളെ പിടിച്ചു വിഴുങ്ങുന്ന രക്തകോശങ്ങളെയാണ് നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ ഫാഗോസൈറ്റുകൾ അല്ലെ WBCകൾ ഒക്കെ ഉണ്ടാക്കുന്ന രാസവസ്തുവാണ് പൈറോജൻ. ഓക്കെ, പൈറോജൻ എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ വേറെയും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആന്റി പൈററ്റിക് മരുന്നുകൾ അല്ലെ, എന്താണ് ആന്റി പൈററ്റിക് എന്നാണ് പറയാം. ആന്റി പൈററ്റിക് മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനുള്ളതാണ് ചോദിക്കുന്നതാണ്. ആന്റി പൈററ്റിക് മരുന്നുകൾ ശരീരോഷ്മാവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് നോട്ട് ചെയ്യട്ടെ. ശരീരോഷ്മാവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, റെഡി, ക്ലിയർ ആണല്ലോ? വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ചിലപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ തന്നെ എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ക്ലാരിറ്റി കുറഞ്ഞു പോയേക്കാം. ഓക്കെ, എന്താണ് ആന്റി പൈററ്റിക്? ഇപ്പോൾ പൈറോജൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഓർമ്മ വന്നില്ലേ? ആന്റി പൈററ്റിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്? ശരീരോഷ്മാവ് കുറയ്ക്കാൻ. ശരീരോഷ്മാവ് എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ എന്ന് വെച്ചാൽ കുറയ്ക്കാനാണ്. എന്ന് വെച്ചാൽ വെറുതെ കുറയ്ക്കുമോ? പനി ഉണ്ടാകുന്ന സമയത്ത് അല്ലേ, പനി കുറയ്ക്കാൻ എന്ന് പറയാം. പനി കുറയ്ക്കാൻ അല്ലെ ശരീരോഷ്മാവ് കൂടുമ്പോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ ആന്റി പൈററ്റിക് മരുന്നുകൾ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ പാരസെറ്റമോൾ അല്ലേ, പാരസെറ്റമോൾ അറിയില്ലേ? പാരസെറ്റമോൾ ഒരു ആന്റി പൈററ്റിക് മെഡിസിൻ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ശരീരോഷ്മാവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കും അല്ലേ. ആന്റിബയോട്ടിക് എന്ന് പറയുന്ന മരുന്നാണെങ്കിൽ എന്തിനാണ്? ആന്റിബയോട്ടിക് ആണെങ്കിൽ ആരെ നശിപ്പിക്കാൻ? ബാക്ടീരിയക്കെതിരെയാണ്. ബാക്ടീരിയക്ക് എതിരെയാണ് ഉപയോഗിക്കുക. അതേപോലെ ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ആന്റിപൈററ്റിക് മരുന്ന്. ആന്റി ഫംഗൽ ആർക്കെതിരാണ്? ഫംഗസിന്. ആന്റി വൈറസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആന്റി വൈറൽ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ അല്ലെ. അതേപോലെ ആന്റി ഹെൽമിന്ത്, കിട്ടാത്ത വാക്കൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആന്റി വൈറൽ എന്നൊക്കെ പറയുമ്പോൾ വേഗം കിട്ടും. ആന്റി ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയുള്ളതാണ്? വിരകൾക്ക്. ഓക്കെ, വിരകൾക്കെതിരെ കഴിക്കുന്ന മരുന്നാണ് കേട്ടോ. വിരകൾ ഉണ്ടാക്കുന്ന രോഗമില്ല, മന്തുരോഗം ഒക്കെ പറയുമ്പോൾ വിരയാണ്. അപ്പോൾ അതിന് എതിരായിട്ടുള്ളതിനാണ് നമ്മൾ ആന്റി ഹെൽമിന്ത്. ആന്റി വിര എന്ന് പറയരുത്, ആന്റി ഹെൽമിന്ത് എന്ന് പറയുന്ന വാക്കാണ് ഉള്ളത്. യെസ്, റെഡി, ക്ലിയർ അല്ലേ? അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ AB രക്തഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യനിൽ AB രക്തഗ്രൂപ്പിനെയാണ് സാർവത്രിക സ്വീകർത്താവ്. ചിലതിൽ സാർവിക സ്വീകർത്താവ് എന്ന് കാണട്ടെ, എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്, എല്ലാ രക്തഗ്രൂപ്പിനെയും സ്വീകരിക്കാൻ പറ്റുന്ന എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കാണ് അല്ലേ എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? അങ്ങനെ പറയാനുള്ള കാരണം AB രക്തഗ്രൂപ്പ് ഒരു സാർവത്രിക സ്വീകർത്താവായി മാറാനുള്ള റീസൺ, എല്ലാ രക്തഗ്രൂപ്പും സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ പറയാനുള്ള റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കാം റീസൺ? അപ്പോൾ നമ്മൾ നോക്കാം. രക്തദാനം നടത്തുന്ന സമയത്ത് വെച്ചാൽ ഒരാളെ രക്തം മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഓക്കെ, ദാതാവിന്റെ രക്തത്തിലുള്ള ആന്റിജൻ സ്വീകർത്താവിന്റെ രക്തത്തിലുള്ള ആന്റിബോഡിയുമായിട്ടാണ് മാച്ച് ആകേണ്ടത്. ഓക്കെ, കൊടുക്കുന്ന ആളിന്റെ ആന്റിജൻ വാങ്ങുന്ന ആളിന്റെ ആന്റിബോഡിയും തമ്മിലുള്ള മാച്ചിങ് ആണ് വരിക. ഓക്കെ, അപ്പം വാങ്ങുന്നത് ആരാണ്? അയാൾ ആന്റിബോഡിയാണ് പ്രശ്നം ഉണ്ടാക്കുക. മാച്ച് അല്ലെങ്കിൽ അയാളാണ് പ്രശ്നം ഉണ്ടാക്കുക.
അപ്പോൾ ഇവിടെ നോക്കിയേ, ഓരോ രക്തഗ്രൂപ്പിനെ പറ്റി നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ആകെ കുറച്ച് ഗ്രൂപ്പുകളേ ഉള്ളൂ, ABO രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. രക്തഗ്രൂപ്പിനെ നമ്മൾ ABO രക്തഗ്രൂപ്പ് എന്നാ പറയാ. അത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ABO എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇല്ല. A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവരെയും കൂടെ ചേർത്ത് പറയുമ്പോൾ നമ്മൾ ABO രക്തഗ്രൂപ്പ് എന്നാണ് പറയാ. കാൾ ലാൻസ്റ്റീനർ അല്ലെ, ലാൻസ്റ്റീനർ ആണ് എന്ത് ചെയ്തത്, കാൾ ലാൻസ്റ്റീനർ ആണ് ഈ രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ആള് എന്നുള്ളത് അറിയാം. കാൾ ലാൻസ്റ്റീനർ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ എന്താ, അരുണ രക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന A എന്നും B എന്നും പേരുള്ള 2 ആന്റിജനുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രക്തഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതേപോലെ രക്തത്തിന്റെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ആന്റിബോഡീനെ നോക്കും. മെയിനായിട്ട് ആന്റിജൻ ഏതാണോ അതിനനുസരിച്ചിട്ടാണ് പറയാം. പിന്നെ RH എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടെ പറയാം. ഓക്കെ, റെഡി. അപ്പൊ നോക്കിയോ, ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇത് RBC അല്ലെ, RBC അരുണ രക്താണുവിനെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ രക്തത്തിൽ RBC രക്തകോശമാണ്. രക്തകോശം എവിടെയാണ് കിടക്കുന്ന, പ്ലാസ്മയിൽ. അപ്പോൾ പ്ലാസ്മയുടെ ഭാഗം പുറത്ത്. ഇവിടെ നോക്കാം, RBCന്റെ ഉപരിതലത്തിലുള്ള ആന്റിജൻ A ആണ് എന്ന് വിചാരിക്കുന്നു. A എന്നു പേരുള്ള ആന്റിജൻ ആണ് RBCന്റെ ഉപരിതലത്തിലുള്ളത് എങ്കിൽ ഇത് ഏത് ഗ്രൂപ്പാണ്, ഇതാണ് A ഗ്രൂപ്പ് അല്ലെ, ഇതാണ് A ഗ്രൂപ്പ്. ആന്റിജന്റെ പേര് മാത്രം നോക്കി ഗ്രൂപ്പിന്റെ പേര് പറയാം. ആന്റിജൻ RBCന്റെ ഉപരിതലത്തിൽ ആന്റിജൻ ആണെങ്കിൽ പ്ലാസ്മയിലാണ് ആരുണ്ടാവുക, ആന്റിബോഡി ഉണ്ടാവുക. അപ്പൊ ആന്റിജൻ A ഉള്ള ഒരാൾക്ക് ആന്റിബോഡി ഏതാ ഉണ്ടാവുക, B ആണ് ഉണ്ടാവുക. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. റെഡി, ക്ലിയർ. അടുത്ത ജസ്റ്റ് ഒരു സ്ലൈഡിലേക്ക് ഒന്ന് എഴുതാം. ഓക്കെ, റെഡി അല്ലേ. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, RBC ആണ് ഇതെങ്കിൽ RBCന്റെ ഉപരിതലത്തിലുള്ള ആന്റിജൻ A ആന്റിജൻ അല്ലെ, A ആന്റിജൻ ആണെങ്കിൽ ഇവിടെ പ്ലാസ്മ പുറത്താണ്. പ്ലാസ്മയില് ആന്റിബോഡി അല്ലെ, പ്ലാസ്മയില് ആന്റിബോഡി ഏതാണ്, B ആണ് ഉണ്ടാവുക. ഇനി RBCന്റെ ഉപരിതലത്തിൽ ഓക്കെ ആന്റിജൻ ഏത്, ആന്റിജൻ B ആണ് എങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാം അല്ലെ, കൂടെ ആൻസർ പറയാം. പ്ലാസ്മയിൽ ഏതാ, പ്ലാസ്മയില് ആന്റിബോഡി ഏതായിരിക്കും ഉണ്ടാവുക, നേരെ ഓപ്പോസിറ്റ് A പറയാം. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആന്റിജൻ ആയ ചിലതിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ കൊടുക്കുക, ആന്റിബോഡിനെ സ്മോൾ ലെറ്റർ. ചില ബുക്കിൽ രണ്ടും ക്യാപിറ്റൽ ഒക്കെ കൊടുക്കുക, അതൊന്നും ഒരു വിഷയമല്ല, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ആന്റിജൻ A ആണ്, ആന്റിബോഡി B. ആന്റിജൻ B ആണെങ്കിൽ ആന്റിബോഡി A. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പൊ ഇത് ഏതാ ഗ്രൂപ്പ്, ഇത് A ഗ്രൂപ്പാണ് അല്ലെ, ഇത് A ഗ്രൂപ്പാണ്. ഇത് ഏതാ ഗ്രൂപ്പ്, ഇത് B ഗ്രൂപ്പാണ്. മനസ്സിലായില്ലേ, റെഡി അല്ലേ. ആന്റിജനെ മാത്രം നോക്കിയിട്ട് നമുക്ക് ഗ്രൂപ്പ് പറഞ്ഞൂടെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ RBCനെ വരച്ചിട്ടുണ്ട്. RBCന്റെ ഉപരിതലത്തിൽ A എന്ന് പറയുന്ന ആന്റിജനുണ്ട്, B എന്ന് പറയുന്ന ആന്റിജനുണ്ട് എന്ന് വിചാരിക്കുക, 2 ആന്റിജനും കൂടെ. അപ്പൊ പ്ലാസ്മേന്റെ അവസ്ഥ എന്തായിരിക്കും, പ്ലാസ്മയില് 2 ആന്റിജൻ ഉള്ള ആൾക്കാർക്ക് ആന്റിബോഡി ഏതായിരിക്കും ഉണ്ടാവുക, ആന്റിബോഡീനെ ഇപ്പോൾ പറയാനില്ല, ആന്റിബോഡി ഇല്ലാത്തവരാണെങ്കിൽ ഈ ഗ്രൂപ്പുകാരാണ് AB ഗ്രൂപ്പുകാർ. ഈ ഗ്രൂപ്പുകാരാണിത് AB ഗ്രൂപ്പുകാർ. കിട്ടിയോ, മനസ്സിലായോ? അതേപോലെ ഇനി ഒന്നും കൂടെ നമുക്ക് വരയ്ക്കാം അല്ലെ. ഇത് RBCന്റെ ഉപരിതലം, ഇതൊക്കെ RBC ആണ്. RBC സമയക്കുറവുകൊണ്ട് ജസ്റ്റ് സ്പീഡിൽ പറയുന്നു എന്നില്ല കേട്ടോ. ഇതിലാണെങ്കിലോ ഇതിന്റെ ഉപരിതലത്തിൽ ആന്റിജൻ ഒന്നും ഇല്ല, ആന്റിജൻ ഇല്ല, ഒന്നും എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തു എന്നില്ല കേട്ടോ. അപ്പൊ ആന്റിബോഡി ആണെങ്കിലോ ആന്റിബോഡീനെ നോക്കുമ്പം 2 ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകാരാണ് ഏത്, O ഗ്രൂപ്പുകാർ. ഓക്കെ, ഇതാണ് ആര്, O ഗ്രൂപ്പുകാർ എന്ന് പറയുന്നത്. റെഡി, വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുകയാണ്. വ്യത്യാസം ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഇങ്ങനെ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. A ഗ്രൂപ്പും B ഗ്രൂപ്പും AB ഗ്രൂപ്പും O ഗ്രൂപ്പും. അപ്പൊ 2 ആന്റിജൻ ഉള്ളവരാണ് AB-കാര്, 1 ആന്റിജൻ ഇല്ലാതെ 2 ആന്റിബോഡി ഉള്ളവരാണ് O ഗ്രൂപ്പുകാര്. A ആന്റിജൻ ഉണ്ടെങ്കിൽ A ഗ്രൂപ്പ്, B ആന്റിജൻ ഉണ്ടെങ്കിൽ B ഗ്രൂപ്പ്, 2 ഉണ്ടെങ്കിൽ AB, ഒന്നുമില്ലെങ്കിൽ O എന്ന് പറയുമ്പോൾ 0 എന്ന് അങ്ങോട്ട് ആലോചിച്ച് വെച്ചാൽ മതി അല്ലെ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പോസിറ്റീവോ നെഗറ്റീവോ എന്ന് പറയുന്ന സമയത്ത് എന്താ, എക്സ്ട്രാ ആണ്. ഇപ്പൊ ഇതിന്റെ കൂടെ RH എന്ന് പറയുന്ന ഒരു ആന്റിജനും കൂടെ എക്സ്ട്രാ വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ ആന്റിജൻ D എന്ന് പറയും, ആന്റിജൻ D എന്ന് പറയാം. അല്ലെങ്കിൽ RH ആന്റിജൻ ഉള്ളവരാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. അപ്പൊ ഇതെന്ത് ഗ്രൂപ്പാ, ഇതൊരു B നെഗറ്റീവ് ആണ്.
ഇതിനെ ബി പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇവിടെ ഒരു RH എക്സ്ട്രാ പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഈ കാണുന്ന ആൻറ്റിജൻ്റെ കൂടെ RBCന്റെ മുകളിൽ ഒരു RH ആൻറ്റിജൻ എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവന് പോസിറ്റീവ് ആവും, ഇല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് മാറും. AB പോസിറ്റീവ് ആണെങ്കിൽ എന്താ, ഇതും ഉണ്ടാവും, അതിൻ്റെ കൂടെ RH ഉണ്ടെങ്കിലാണ് AB പോസിറ്റീവ്. ഈ RH ഇല്ലാതെ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എന്താ, ഇത് AB നെഗറ്റീവ് ഗ്രൂപ്പായിട്ടാണ് വരിക. ക്ലിയർ. അപ്പോൾ ആൻറ്റിജനെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഗ്രൂപ്പിൻ്റെ കാര്യം പറയാം എന്നുള്ളത് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാങ്ങുന്ന ആളിൻ്റെ ആൻറ്റിബോഡിയാണ് പ്രശ്നക്കാരൻ. അപ്പം ഇയാളാണ് വാങ്ങുന്നതെങ്കിൽ AB കാരനെയല്ലേ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. വാങ്ങുന്ന ആളിൻ്റെ ആൻറ്റിബോഡി അല്ലേ പ്രശ്നം ഉണ്ടാക്കുക. ഇയാൾക്ക് ആൻറ്റിബോഡി ഇല്ലല്ലോ, അപ്പോൾ പിന്നെ സുഖമല്ലേ, ഒന്നും വേറെ നോക്കണ്ട. ആൻറ്റിജൻ അല്ല വാങ്ങുന്നത്, ആൻറ്റിബോഡിയാണ്, വാങ്ങുന്ന ആളിൻ്റെ ആൻറ്റിബോഡിയാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ ഇയാൾക്ക് ആൻറ്റിബോഡി ഇല്ലാത്തതുകൊണ്ട് ഏത് ഗ്രൂപ്പും സ്വീകരിക്കാം. അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. അപ്പം നമ്മൾ അങ്ങനെ പറയുമെങ്കിൽ ഒറ്റ ഗ്രൂപ്പിൽ അത് മാത്രം നോക്കി എല്ലാവർക്കും അങ്ങ് കൊടുക്കുമെന്നല്ല. നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ അതാ നോക്കിയോ, ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആൻറ്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു. ഇതാണോ ഇതിൻ്റെ റീസൺ? അതോ ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആൻറ്റിജനുകൾ ഇല്ലാതിരിക്കുക, പ്ലാസ്മയിൽ AB എന്നീ ആൻറ്റിബോഡി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്? ഇത് ശരിക്കും ഏത് ഗ്രൂപ്പാണ്? ഇങ്ങനെ പറഞ്ഞാൽ O ഗ്രൂപ്പ് അല്ലേ. ചുവന്ന രക്താണുവിൽ AB എന്നീ ആൻറ്റിജനുകളും പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം കൂടെ ഉള്ളത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല അല്ലേ. ചുവന്ന രക്താണുക്കളിൽ A ആൻറ്റിജനും പ്ലാസ്മയിൽ ആൻറ്റിബോഡി Bയും ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് A ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന ആൻസർ ഏതാ വരിക? ഓപ്ഷൻ A ആണ് വരിക അല്ലേ. ആൻറ്റിജൻ Aയും Bയും ഉണ്ട്, ആൻറ്റിബോഡി ഇല്ല. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ അങ്ങനെ പറയുന്നത്. റെഡി, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? O ഗ്രൂപ്പുകാരനെയാണ് നമ്മൾ എന്ത് പറയാ? സാർവത്രിക അല്ലെ, ദാതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ധാതാവ് എന്ന് വിളിക്കുന്നത് ഏത് ഗ്രൂപ്പാ? O ഗ്രൂപ്പാണ്. അതും കറക്റ്റായി പറയുമ്പോൾ O നെഗറ്റീവിനൊക്കെയാണ് പറയാ. എന്നാലും ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ O ഗ്രൂപ്പാണ്. ഡോണർ അല്ലേ, സാർവത്രിക ദാതാവ്, യൂണിവേഴ്സൽ ഡോണർ, ആർക്കും കൊടുക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൊടുക്കുന്ന ആളിൻ്റെ ആൻറ്റിജനാണ്. ഇയാൾക്ക് ആൻറ്റിജൻ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ കൊടുക്കുമ്പം പേടിക്കേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് ആൻറ്റിബോഡി ആണ് ഇല്ലാത്തത്, അതിപ്പം വാങ്ങുന്ന സമയത്ത് പേടിക്കേണ്ട. അതാണ് അതിൻ്റെ റീസൺ. കിട്ടിക്കാണും, ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണേ. ഓക്കെ, ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ലൈഡ്സ് ഒക്കെ നമ്മളെ ഈ ഒരു സ്ലൈഡും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ NCERT ലെവൽ AB ഗ്രൂപ്പിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിജൻ A ആണ്, ആൻറ്റിബോഡി B ആയിരിക്കും. B ഗ്രൂപ്പ് എന്ന് പറയുമ്പം ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയും ആയിരിക്കും. AB ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2 ആൻറ്റിജൻ ഉണ്ടാവും, ആൻറ്റിബോഡി ഇല്ല. O ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ ഉണ്ടാവില്ല, ആൻറ്റിബോഡി Aയും Bയും. ഓക്കെ, അപ്പോൾ O രക്തഗ്രൂപ്പ് ഏത് ഗ്രൂപ്പുള്ളവർക്കും സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് O രക്തഗ്രൂപ്പിനെ നമ്മൾ സാർവത്രിക ദാതാക്കൾ എന്ന് വിളിക്കുന്നു. AB രക്തഗ്രൂപ്പിന് ഏത് തരത്തിലുള്ള രക്തഗ്രൂപ്പുമായി നിന്നും രക്തം സ്വീകരിക്കാൻ കഴിയും, അതുകൊണ്ട് അവരെ സാർവത്രിക സ്വീകർത്താവ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താന്ന് വെച്ചാൽ A എന്ന് പറയുന്ന ഗ്രൂപ്പുള്ള ആൾക്ക് ഏതൊക്കെ ആൾക്കാർക്ക് രക്തം കൊടുക്കാം എന്നാണ്. Aക്ക് എപ്പോഴും അതാത് ഗ്രൂപ്പാണ് ഏറ്റവും മാച്ച്. അല്ലാത്ത ചാൻസിലെ നമ്മൾ മറ്റുള്ളൊരു ഓപ്ഷൻ നോക്കൂ അല്ലെ. Aക്ക് Aക്കാരൻ തന്നെയാണ് കൊടുക്കുക, അല്ലെങ്കിൽ Oൻ്റെത് എല്ലാവർക്കും കൊടുക്കാം, O കൊടുക്കാം. B ആണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് B തന്നെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ O എടുക്കാം. ABന്റെ കേസിലാണെങ്കിൽ എപ്പോഴും AB ഫസ്റ്റ് ഓപ്ഷൻ, പിന്നെ A ആണ്, പിന്നെ B ആണ്, O ആണ്. എന്ന് വെച്ചാൽ എല്ലാ ഗ്രൂപ്പുകാരുടെ അടുത്തുനിന്നും വാങ്ങാം. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ സ്വീകർത്താവ് എന്ന് പറഞ്ഞത് അല്ലേ. O ഗ്രൂപ്പുകാരന് കണ്ടോ, എല്ലാവർക്കും കൊടുക്കുമ്പോൾ O ഉണ്ടായിരുന്നു, പക്ഷെ Oക്ക് O മാത്രമേ മാച്ച് ആവുള്ളൂ കേട്ടോ. O ഗ്രൂപ്പിന്റെ രക്തം മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, പക്ഷേ ഈ O ഗ്രൂപ്പ് ആർക്കും ആണെങ്കിൽ കൊടുക്കാം. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, റെഡി. യെസ്. എന്ന് വെച്ചാൽ എല്ലാവരെയും സഹായിക്കുന്നവന് ഒരാവശ്യം വന്നപ്പോൾ അയാൾ മാത്രം എന്ന് പറയില്ല, അതേപോലത്തെ ഒരു അവസ്ഥ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എക്സാമിനുണ്ടായ അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു പദ്ധതി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പദ്ധതിയൊക്കെ എല്ലാം പഠിച്ചു വെച്ചേക്കാം. മാറാ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൽസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? അപ്പോൾ BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളത് അല്ലെ, അങ്ങനെയൊക്കെയാണ് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ മാറാ രോഗങ്ങൾ, ഇവിടെ പറഞ്ഞ അധിക രോഗങ്ങളൊക്കെ എന്താണ്? ഹിമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ എന്നൊക്കെ പറയുമ്പോൾ കുറേ ജനിതക രോഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സൗജന്യ ചികിത്സയൊക്കെ കൊടുക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ സൗജന്യ ചികിത്സയൊക്കെ കൊടുക്കുന്ന പദ്ധതിൻ്റെ പേരെന്താ എന്നാണ്. ഓക്കെ, അപ്പോൾ 18 വയസ്സ് താഴെ കുട്ടികളാണ് അല്ലേ. അപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധമുള്ളൊരു വാക്കാണ് ശരിക്കും എന്താണ്? താലോലം. ഓക്കെ, എന്താണ് ആ പദ്ധതിൻ്റെ പേര്? താലോലമാണ് കേട്ടോ. അടുക്ക് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. താലോലം എന്നതാണ് ആൻസർ.
റെഡി ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലാബൽ നൽകപ്പെടുന്നത് എന്തുമായിട്ടാണ്? ബ്ലൂ ലാബൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബ്ലൂ റവല്യൂഷൻ എന്നൊക്കെ കേൾക്കുമ്പം എന്തായാലും വെള്ളമായിട്ടും മത്സ്യമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഓപ്ഷനിലാണെങ്കിൽ എല്ലാം കൂടെ കിടക്കുന്നു അല്ലേ? വെള്ളമായിട്ട് ബന്ധമെന്ന് വിചാരിച്ച് നോക്കുമ്പം ഇവിടെ കുടിവെള്ളമുണ്ട്, ഇവിടെ കടലിൽ വെള്ളമുണ്ട് അല്ലേ? എവിടെയാണെങ്കിൽ മത്സ്യം എന്നൊക്കെ വിചാരിക്കും, മത്സ്യകൃഷിയുണ്ട്. തണ്ണീർത്തടം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഒരു ജലത്തിൻ്റെ അംശം എല്ലാ സ്ഥലത്തും കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഇത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കടൽ തീരം, ബീച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ആക്കിയൊക്കെ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്തായിരിക്കും വരിക? ഏതാ വരും? ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ബ്ലൂ ഫ്ലാഗ് ആണ്. ബ്ലൂ ഫ്ലാഗ് ഇക്കോ ലാബലാണ് ബ്ലൂ ഫ്ലാഗ് കൊടുക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക് കൊടുക്കുന്ന ലേബലാണ് ഇക്കോ ലേബൽ നൽകപ്പെടുന്നത്. ഇതിന് കാണും കേട്ടോ. ഇതിനെയാണ് നമ്മൾ ബ്ലൂ ഫ്ലാഗ് എന്ന് പറയും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തത് ഗ്രന്ഥികൾ, ഹോർമോണുകളായി ബന്ധപ്പെട്ട ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പാണ്. ഇതൊക്കെ നന്നായിട്ട് ഒന്നോ രണ്ടോ ഗ്രന്ഥിയൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. ഭയങ്കര സംഭവമാണ്. ഒന്നുമല്ല, നമ്മൾ ചേരുംപടി ചേർക്കൽ തന്നെയാണ്. ഇങ്ങനെ മുകളിലൊക്കെ വായിച്ച് പേടിച്ചൊന്നും പോവണ്ട. മാച്ച് ദ ഫോളോയിങ് അത്രയേ ഉള്ളൂ അല്ലേ? ഏതൊക്കെയാ കൊടുത്തേ? ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഗ്രന്ഥി ഏതാ? ഓർമ്മയുണ്ടോ? മധുര ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നു. പ്രമേഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥി. പോരാത്തതിന് ദഹനത്തിലും സഹായിക്കാനൊക്കെ വരുന്ന ഒരു വലിയൊരു ഗ്രന്ഥിയാണ്. എങ്ങോട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുക? ഇൻസുലിൻ ഒന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഞാൻ ഇവിടെ തന്നെ വെറുതെ എഴുതട്ടെ ഗ്ലൂക്കഗോൺ എന്നൊക്കെ. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ഒക്കെ ചോദിച്ചാൽ എങ്ങോട്ട് വന്നേക്കുക? ഒരു മടിയും വേണ്ടാണ്ട് ആരുടെടുത്തേക്ക് വരിക? ആഗ്നേയഗ്രന്ഥി. കണ്ടോ, മലയാളം വാക്കാണ് കൊടുത്തേ. പാൻക്രിയാസ് എന്ന് പറയുന്ന സാധനമാണ്. പാൻക്രിയാസ് ആഗ്നേയഗ്രന്ഥി. കണ്ടോ, മലയാളം പഠിക്കാതെ പാൻക്രിയാസ് മാത്രം പഠിച്ചു പോയാൽ ചിലപ്പം കൺഫ്യൂഷൻ ആവാണ്ട് എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ മലയാളം ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുന്നത് കേട്ടോ. PSCക്ക് പലതും ചോദിക്കും. അപ്പം തോന്നുമ്പോൾ മലയാളം ചോദിക്കും, തോന്നുമ്പോൾ ഇംഗ്ലീഷ് ചോദിക്കും. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിരുന്നു. ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്. അപ്പോൾ A-ക്ക് 3 ആണ് മാച്ച്. അത് മാത്രം വെച്ച് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ചിലർ ശ്രമിക്കും അല്ലേ? അപ്പോൾ A-ക്ക് 3, ഇത് രണ്ടും ഇപ്പം തന്നെ കണ്ടില്ലേ? 2 ഓപ്ഷൻ കട്ട്. Aയും Dയും ഔട്ടായി. ഇനി 2 ചാൻസ് ആണ്, Bയും Dയും. A-ക്ക് 3 ആന്ന് പറയുമ്പോൾ 2 ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊന്നിലും കൂടെ നോക്കണം അല്ലേ? റിലാക്സിൻ എന്ന് നോക്കുന്നു. ചിലപ്പോൾ പെട്ടെന്ന് റിലാക്സിൻ അത്ര ഒരു പരിചയം പോരാ. ഓക്കെ, അവിടെ നിൽക്കാം. ഓക്സിറ്റോസിൻ പഠിച്ചിട്ടുണ്ടോ? മെലാട്ടോണിൻ പഠിച്ചിട്ടുണ്ടോ? ഓക്സിറ്റോസിനെയും ആകെപ്പാടെ നമുക്ക് കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. ഓക്കെ, മെലാട്ടോണിൻ പഠിച്ചിട്ടുണ്ടാവുമല്ലേ? മെലാട്ടോണിൻ ഉറക്ക ഹോർമോൺ. പീനിയൽ ഗ്രന്ഥി. A-ക്ക് 3യും D-ക്ക് 2ഉം. A-ക്ക് 3യും D-ക്ക് 2ഉം. അപ്പം തന്നെ ഓപ്ഷൻ കിട്ടി നമുക്ക്. ഓപ്ഷൻ D ആണ്. ഇനി ഓക്സിറ്റോസിൻ നോക്കിയപ്പോൾ ചിലർക്ക് ഡൗട്ട് എന്ന് പറയാനുള്ള കാരണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. പഠിക്കാത്തവർക്ക് ഒരു വിഷമമില്ല, പഠിച്ചവർ. ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഇങ്ങനെ നോക്കി നടന്ന് എവിടെയും കാണുന്നില്ല. പക്ഷേ അത് സംഭരിച്ച് സ്രവിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ അല്ലെ പീയൂഷ ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾ? പുറത്തുവിടുന്ന അവയവം എന്ന് സെലക്ട് ചെയ്യും. ഒന്നുകിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ പുറത്തുവിടുന്നത്. ഇവിടെ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് എന്ന് അവർ കൊടുത്തിട്ടില്ലെങ്കിലും അതിനെ സംഭരിച്ച് പുറത്തുവിടുക, സ്രവിപ്പിക്കുന്നത് ആരാ? പീയൂഷ ഗ്രന്ഥി അല്ലേ? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അവിടെ ഇല്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിറ്റോസിനെ നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം, മെലാട്ടോണിനെ നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ റിലാക്സിൻ എങ്ങോട്ട് പോയിക്കോളും? അണ്ടാശയത്തിലേക്ക് പോയിക്കോളും അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യുന്നു? ഓപ്ഷൻ D ആണ്. A-ക്ക് 3 ആണ്. B എന്ന് പറയുന്നതിന് 1 ആണ്. അണ്ടാശയമാണ് ആൻസർ. റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹയർ സെക്കൻഡറി ലെവലൊക്കെ പറയുന്നതാണ്. റിലാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ആവാൻ എന്നുള്ളതല്ല. അതും ഇതേപോലെ ഡെലിവറി സമയത്ത്, പ്രസവ സമയത്തൊക്കെ പ്രസവം സുഗമമാക്കാനൊക്കെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മൾ പറയും. അതേപോലെ അതിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അണ്ടാശയവും പ്ലാസൻ്റെയും എല്ലാം നിർമ്മിക്കുന്ന ഒരു ഹോർമോണാണ്. എന്നിട്ട് പ്രസവം സുഗമമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ. അതിൽ ഓക്സിറ്റോസിൻ്റെ ഒക്കെ കൂടെ ചേർന്ന് ആ ഡെലിവറീൻ്റെ ലാസ്റ്റ് സമയത്തൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, റെഡി. അതാണ് റിലാക്സ് എന്ന് പറയുന്ന ഹോർമോൺ. യെസ്, അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മൾ ആൻസർ ഇതിലേക്ക് എത്തുന്നു കേട്ടോ. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്ക്. എപ്പോഴും ചോദിക്കുന്നതൊക്കെയാണ്. ഇവിടെ ഇതാ നമ്മളെ ഫസ്റ്റ് നമ്മൾ കണ്ടോ പുതിയ ബുക്കിൽ പാൻക്രിയാസ് എന്നൊക്കെയാണ്. പക്ഷെ ആഗ്നേയഗ്രന്ഥി എന്നുള്ള വാക്ക് മറക്കാനായിട്ടില്ല, അത് ഒഴിവാക്കാനായിട്ടില്ല. നീ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആഗ്നേയഗ്രന്ഥി കണ്ടില്ലേ? ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് എവിടെയാണ്? ഇതേതാ ഭാഗം? പക്വാശയം എന്ന് പറയുന്ന ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്തിൽ ഘടിപ്പിക്കും
നിർമ്മിക്കപ്പെട്ട ഗ്രന്ഥിയാണ് അല്ലെ. ഇതിനെ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറെ കോശ സമൂഹങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ കോശ സമൂഹങ്ങൾ, ഈ കാണുന്ന കോശ സമൂഹങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഇതിൽ 2 തരത്തിലുള്ള കോശങ്ങൾ, 2 കോശാല 2 തരം, ആൽഫ കോശങ്ങൾ, ബീറ്റ കോശങ്ങൾ അല്ലെ. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ഓക്കെ, ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ബാ എഴുതുന്നത് പോലെയാണ് ഈ എഴുതുക, ഇൻസുലിൻ എന്ന് പറയുന്നത് കണക്ട് ചെയ്യുക. ബാ പോലെ ഈ എഴുതിയിട്ട് ഇൻസുലിൻ ഹോർമോണും ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 ഹോർമോണിന്റെ പേര്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിലെ പഞ്ചസാരേന്റെ സാധാരണ അളവിനെ നിലനിർത്തുന്ന ഹോർമോൺ ആണ് അല്ലെ. അപ്പൊ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? രക്തത്തിലെ പഞ്ചസാരേന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുമ്പോൾ കുറയ്ക്കുന്നു എന്ന് പറയുന്ന പണിയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇൻസുലിൻ ഇല്ലാത്തവർക്ക് ഗ്ലൂക്കോസ് കൂടി പ്രമേഹം, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. കുറയുമ്പോൾ കൂടുന്നു. എവിടെയാണ്? രക്തത്തിൽ കുറയുമ്പോൾ. ഓക്കെ, കുറയുമ്പോൾ കൂടുന്നു എന്ന് പറയുന്ന പണിയാണ് അവർ ചെയ്യുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? 70, 110 എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ശരിയൊക്കെ ആണെങ്കിലും നമ്മൾ പുതിയ ബുക്കൊക്കെ അനുസരിച്ച് ആഹാരത്തിൻ്റെ മുൻപേ ഉള്ള റീഡിംഗ് ഒക്കെയാണ് ഇപ്പോൾ എടുത്ത് കണക്കാക്കി പറയുമ്പം 70, 100 mg/100 ml എന്ന് നോട്ട് ചെയ്യട്ടോ. 110 ആയിരുന്നു പുതിയ ബുക്കൊക്കെ വന്നപ്പം 100ൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ മുൻപേ ആണെങ്കിൽ 100ൻ്റെ ഉള്ളിലിരിക്കണം. ആഹാരം കഴിച്ചതിന് ശേഷം 2 മണിക്കൂറൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 140ൻ്റെ ഉള്ളിൽ വരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിംഗ് നോട്ട് ചെയ്ത് വെക്കാം. ഇത് 100 ഇല്ലെങ്കിൽ പണ്ടത്തെ 110 ഓപ്ഷനിൽ കാണുകയാണ്, അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുന്നു, ഇൻസുലിൻ ഉണ്ടാക്കുന്നു, മൊത്തത്തിൽ എല്ലാവരെയും കൂടെ ചേർത്ത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നൊക്കെയാണ് പറയാം. ഇതാണ് നമ്മളെ പാൻക്രിയാസ്. ദഹന സമയത്ത് ആഗ്നേയ രസം ഉണ്ടാക്കുന്നത് ആരാ? ഇവരാണ്. ആഗ്നേയ ഗ്രന്ഥിയാണ് ദഹന സമയത്ത് ആഗ്നേയ രസം ഉണ്ടാക്കുന്നത്. ട്രിപ്സ് എന്ന് പറയുന്ന ഹോർമോൺ പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിൻ്റെ ദഹനത്തിൽ സഹായിക്കുന്നു അല്ലെ. പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെയും ട്രിപ്സിൻ്റെ ഒക്കെ കേസ് നമ്മൾ ദഹന സമയത്ത് പഠിക്കും. അപ്പം എൻസൈമിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഹോർമോണിനെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇവരെ എന്താ നമ്മൾ പറയുക? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്നൊക്കെ പറയാറുള്ളത് കേട്ടിട്ടുണ്ടോ? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു സംയുക്ത ഗ്രന്ഥിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സംയുക്ത ഗ്രന്ഥിയാണ് എന്ന് പറയും. കാരണം എന്താ? ഹോർമോണിനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം, എൻസൈമിനെ ഉണ്ടാക്കി ദഹനത്തിലും സഹായിക്കാം. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്, എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്. അന്തസ്രാവി ഗ്രന്ഥിയുമാണ്, ബഹിർസ്രാവി ഗ്രന്ഥിയുമാണ്. ഹോർമോൺ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ അന്തസ്രാവി എന്ന് പറയുന്നത്, ഹോർമോൺ ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, എൻസൈം ഉണ്ടാക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്, എൻസൈം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. അപ്പോൾ അന്തറും ബാഹറുമാണ്, രണ്ടുമാണ്. അപ്പോൾ സംയുക്തം കൂടിച്ചേർന്നതാണ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് നമ്മൾ പറയാം കേട്ടോ. ബഹിർസ്രാവിക്കാണ് എക്സോക്രൈൻ എന്ന് പറയുക, അന്തസ്രാവിക്കാണ് നമ്മൾ എൻഡോക്രൈൻ എന്ന് പറയാം. ഓക്കെ, റെഡി. അപ്പോൾ ഭയങ്കര സംഭവബഹുലമായ ഒരു ഗ്രന്ഥിയാണ് ഇതെന്ന് പിടികിട്ടി കാണും അല്ലേ. പിന്നെ ഇതാ നമ്മളെ ഈ ഹോർമോണിൻ്റെ കേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മളെ മെലാട്ടോണിൻ്റെ കേസ് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. മെലാട്ടോണിൻ എന്നൊക്കെ പറയുന്ന ഹോർമോണിനെയാണ് നമ്മളിനി ഉറക്ക ഹോർമോൺ അല്ലേ, ഉറക്ക ഹോർമോൺ എന്ന് വിളിക്കുന്ന ഹോർമോണാണ്, ഉറക്ക ഹോർമോണാണ്. അതുപോലെ തന്നെ ആരാ ഉണ്ടാക്കുന്നത്? ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്രന്ഥി അല്ലേ, പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിനെ ഉറക്കമുണരൽ ചക്രങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ജൈവ ഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആരെയാണ്? ഏതിനെയാണ് നമ്മൾ വിളിക്കുന്നത്? ഓക്കെ, പീനിയൽ ഗ്രന്ഥിനെയാണ് വിളിക്കുന്നത്. അതേപോലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾക്ക് മുൻപേ ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞു, ഇനിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ. ഗ്രലിനെയാണ് നമ്മൾ, വിശപ്പിന്റെ ഹോർമോണാണ് ഗ്രലിൻ. ആമാശയത്തിന്റെ മുകൾ ഭാഗത്തുള്ള കോശങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണാണ്. ഓക്കെ, പിന്നെ ലെപ്റ്റിനെയാണ് സംതൃപ്തി ഹോർമോൺ. അപ്പോൾ ആഹാരം കഴിക്കണം, വിശപ്പ് ഫീൽ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്രലിൻ. അതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനൊക്കെ വയറ് നിറഞ്ഞു എന്നൊക്കെ പറയുന്ന ഫീൽ ഉണ്ടാക്കുന്നതാണ് ലെപ്റ്റിൻ. ഇവരും പോയിട്ട് ആരോട് പറയാണ്? നമ്മൾ ഹൈപ്പോതലാമസിനോട് പറയാണ് ചെയ്യട്ടോ. ഹൈപ്പോതലാമസ് ആണ് ദാഹവും വിശപ്പും വികാരങ്ങളും അല്ലെ, എന്ന് വെച്ചാൽ ലൈംഗിക ആസക്തി പോലുള്ള വികാരങ്ങൾ ഒക്കെ, ശരീരോഷ്മാവിനെ ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാ? ഹൈപ്പോതലാമസ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു ചിത്രം, ഇതൊക്കെ പുതിയ ബുക്കാണ്, ഇതൊക്കെ പെട്ടെന്ന് കാണുന്ന ആൾക്കാർ പേടിച്ചുകൊണ്ട് കേട്ടോ. ഞാൻ ഈ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ ഇതൊക്കെയാണ് ഈ എല്ലാം കൂടെ ഉള്ള ഒരു ഡയഗ്രാം കാണിച്ചു എന്നുള്ളൂ. ഇതൊക്കെ 10th ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. നന്നായിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇവിടെ കണ്ടില്ലേ, ഹൈപ്പോതലാമസ് നിർമ്മിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസിന്റെ താഴെ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ പിന്നിലുള്ള ദളമാണിത്. ഇതെന്താ? മുന്നിലുള്ള ദളമാണ്.
ഹൈപ്പോതലാമസ് നിർമ്മിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിന്റെ പിന്നിലുള്ള ദളത്തിൽ സംഭരിച്ചു വെക്കുന്നതാണിത്. കണ്ടില്ലേ, വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ആരാ ഉൽപ്പാദിപ്പിക്കുക? ഹൈപ്പോതലാമസ്. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. എന്നിട്ട് നാഡീ തന്തുക്കൾ വഴി പിറ്റ്യൂട്ടറിന്റെ പിന്തളത്ത് കൊണ്ടുവന്ന് സംഭരിക്കും. അപ്പൊ ആവശ്യമുള്ള സമയത്ത് ഒഴുക്കി കൊടുക്കുന്നത് ആരാ? ഈ പിന്തളമാണ്. വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ ആവശ്യഘട്ടങ്ങളിൽ സ്രവിക്കുന്നത് ആരാ? പിറ്റ്യൂട്ടറിന്റെ പിന്തളമാണ്. മുൻതളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഒരുപാട് ഹോർമോണിന് ഉണ്ടാക്കി മറ്റുള്ള പല ഗ്രന്ഥികളെയും നിയന്ത്രിക്കും. ആ എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ ട്രോപ്പിക് ഹോർമോൺ എന്നൊക്കെയാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നായക ഗ്രന്ഥി, മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ നമ്മൾ ആരെ വിളിക്കും? ഈ 2 ലോബും കൂടെ ചേർന്ന് പിറ്റ്യൂട്ടറിനെയാണ് വിളിക്കുക. പിറ്റ്യൂട്ടറിനെ തന്നെയാണ് നമ്മൾ പീയൂഷ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പീയൂഷ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതാ ഓക്സിറ്റോസിന്റെ ഒക്കെ ധർമ്മമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗർഭാശയത്തിലെ മിനുസപേശിനെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ, ബർത്ത് ഹോർമോൺ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആരെയാ? ഓക്സിറ്റോസിനെയാണ് കേട്ടോ. മുലപ്പാല് ചുരത്താനൊക്കെ സഹായിക്കുന്നതൊക്കെ ആരാ? ഓക്സിറ്റോസിനാണ്. വാസോപ്രസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം. എത്രത്തോളം ജലം ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം, പുറത്ത് വേനൽക്കാലമാണോ ചൂടാണോ തണുപ്പാണോ എന്നൊക്കെ നോക്കി ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കാൻ വൃക്കേനെ സഹായിക്കുകയാണ്. അപ്പോൾ പുനരാകിരണത്തിനെ നിയന്ത്രിക്കുകയാണ് വാസോപ്രസിൻ, അല്ലെങ്കിൽ ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അഭാവം വന്നാൽ ഉണ്ടാവുന്ന രോഗമായിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഡയബറ്റീസ്. ഓക്കെ, ഇങ്ങനെ മാത്രം പറഞ്ഞാൽ ശരിയാണോ? ബാക്കി പറയണം അല്ലേ? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, യെസ്. ഇനി ഇൻസുലിൻ ആണെങ്കിലോ, ഇൻസുലിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗത്തിന്റെ പേര് ഡയബറ്റീസ് ഏതാണ്? മെലിറ്റസ് ആണ്. അപ്പൊ നമ്മൾ വിളിക്കുന്ന പ്രമേഹം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻസുലിന്റെ രോഗമാണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഭാവം വരുമ്പോൾ മൂത്രത്തിൽ കൂടെ ധാരാളം ജലനഷ്ടം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റെഡി, ക്ലിയർ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞൊരു എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് റിലേറ്റഡ് ഫാക്റ്റ് ഒന്ന് നമ്മൾ ക്വിക്കായിട്ട് നോക്കിയതാണ്. ഇപ്പോൾ ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു റിവിഷൻ എന്നുള്ള രീതിയിലൊക്കെ ഇത് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം SCERT ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാം അപ്ഡേറ്റഡ് ആയത് മനസ്സിലാക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പം ടെലഗ്രാം ത്രൂ ഒക്കെ ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കട്ടെ. സ്വാഗത് സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്താൽ മതി. ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്കൊക്കെ വരുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര എന്ന് പറയുന്ന ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ മലയാളവും ഇംഗ്ലീഷും വേർഷനൊക്കെ ഉണ്ട്. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതും റിലേറ്റഡ് ഫാക്റ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെ കൂടുതൽ ക്വസ്റ്റ്യനും ഫാക്റ്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.